ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിനി എനക്കും കുഞ്ഞാവക്കും. വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിനി. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു എല്ലാവരും കീഞ്ഞോ, നമുക്ക് പുറത്ത് പോവാം ഇന്ന് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും അമ്മയും അച്ഛനും അമ്മമ്മയും കുഞ്ഞായും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് പോയത് സുഡിയോയിലേക്കാണ്. എനിക്കൊരു ഡ്രസ്സ് എടുക്കാനുണ്ടായിനി. അങ്ങനെ നേരെ സുഡിയോയിലേക്ക് പോയി. ചെറുങ്ങനെ മഴയുണ്ടായിനി, അടുപ്പിച്ച് കുറേ ദിവസം മഴയുണ്ടായിട്ട്. പക്ഷേ ഇന്ന് ചെറുങ്ങനെ മഴ പെയ്തിട്ടുണ്ടായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറുങ്ങനെ പാറിക്കൊണ്ടുണ്ടായിനി. സുഡിയോയിൽ എനിക്കങ്ങനെ അധികം തരേണ്ടി വരലില്ല, പെട്ടെന്ന് ഡ്രസ്സ് കിട്ടലുണ്ട്. പണ്ട് എന്നെല്ലാം പറഞ്ഞാൽ അച്ഛനാണ് എനിക്ക് ഡ്രസ്സ് സെലക്റ്റാക്കി തരല്. അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ. അച്ഛനെ സെലക്റ്റാക്കി തരുന്ന അധികം നമ്മൾ എടുക്കില്ല, അധികം ഇഷ്ടപ്പെടൽ അച്ഛൻ സെലക്റ്റാക്കി തരുന്നതാണ്. അച്ഛനെ നല്ല സെലക്ഷനാണ്. അപ്പം പണ്ടിൽ നമ്മൾ രാവിലെ ഷോപ്പിൽ ഇറങ്ങിയാൽ രാത്രി ആകുമ്പോൾ വീട്ടിലെത്തൂലും. ആടയിൽ ഒട്ടുമിക്ക എല്ലാ കടയിലും തപ്പി നടന്ന് അതിലേതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് മാത്രം നോക്കിയിട്ട് സെലക്റ്റാക്കിയിട്ട് എടുക്കലാണ്. പക്ഷേ സുഡിയോ വന്നതിന് ശേഷം അങ്ങനെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആടെയില്ല, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് തന്നെയാണ്. നമ്മളില്ലെങ്കിൽ അധികം 500 മാളിൽ മറ്റേ ട്രെൻഡ്സ് എന്നാണ് എടുത്തുകൊണ്ടുണ്ടായ ഡ്രസ്സ്. അടുത്തേക്കേ പോയില്ലോ. പക്ഷേ സുഡിയോ വന്നതിന് ശേഷം ഫസ്റ്റ് ഇങ്ങോട്ടേക്കാണ് വരല്. അമ്മക്ക് പക്ഷേ ഇപ്പവും ട്രെൻഡ്സേ ശരിയാവില്ല. അച്ഛനും അമ്മമ്മയെല്ലാം ഓരോന്നോരോന്ന് എനിക്ക് ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ആക്കിയിട്ട് തരുകയാണ്. അത് രസമുണ്ടോ ഇത് രസമുണ്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്രൗൺ കളറ് അത് ഇട്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കൊറിയൻ സ്റ്റൈലിലൊരു സാധനം, നല്ല രസമുണ്ട്. അതിനിട്ടപ്പോൾ നല്ല വൃത്തിയുണ്ടായിന്. ഞാൻ മീഡിയമാണ് അധികം എടുക്കൽ, പക്ഷേ ലാർജ് മാത്രമേ അവിടെ ഉണ്ടായിട്ടു. ചെറിയൊരു ലൂസ് ഉണ്ടായിന്. പാൻറ്റെല്ലാം നല്ല പാക്കർ പോലെ ഉണ്ടായി. ഞാനത് മുകളിലേക്ക് വലിച്ച് ടൈറ്റാക്കി കെട്ടി. ഷർട്ടും അത്യാവശ്യം നല്ല ലൂസ് ഉണ്ടായിന്. അമ്മയാണ് ഈ ഡ്രസ്സ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായി. അപ്പം അമ്മക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അമ്മ പറഞ്ഞത് എടുത്ത് നോക്ക്, നീ കിട്ടാൻ നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മമ്മയും പറഞ്ഞു നല്ലുണ്ട്. അച്ഛൻ പറഞ്ഞ രസമില്ലാന്ന്. അച്ഛൻ ഇങ്ങനത്തെ ഡ്രസ്സ് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ലൂസായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇതൊന്നും മോളെ ഇത് രസമില്ല. അച്ഛൻ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അച്ഛന് ചുരിദാറ് അങ്ങനത്തെ ഒരു ഡ്രസ്സ് അച്ഛന് ഇഷ്ടപ്പെടുമല്ലോ. ഇഷ്ടമാണ്, മോഡൽ ഡ്രസ്സും ഇഷ്ടമാണ്. പക്ഷേ ഇത് അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലൂസായോണ്ടാന്ന് തോന്നുന്നു. കണ്ടപ്പോൾ പറയുന്നുണ്ട് ഇത് ലൂസ് മോളെ ലൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും കൂടി ഇഷ്ടമായെങ്കിൽ ഈ ഡ്രസ്സ് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ അച്ഛനെ പെരുത്തുമ്പോഴേക്ക് അച്ഛനെ കാണുന്നില്ല. അപ്പോൾ അച്ഛൻ മുകളിലേക്ക് അച്ഛൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയിനി. കുറേ നേരം അച്ഛനെ കാത്തുനിന്നു. അങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് വന്നിട്ട് അച്ഛൻ നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു അടിപൊളി ഡ്രസ്സ്, നല്ല രസമുണ്ട്. അച്ഛൻ നല്ലോണം ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഇങ്ങനത്തെ എല്ലാം ഈ ഒരു ടൈപ്പ് സാധനം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോൾ പറഞ്ഞു നല്ല ഉണ്ട് മോളെ എടുത്തോ, അച്ഛൻ നല്ല ഇഷ്ടമായിന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനി. കുഞ്ഞാൾക്കും ഇഷ്ടപ്പെട്ടിനി, അമ്മക്കും ഇഷ്ടപ്പെട്ടിനി, അച്ഛനും ഇഷ്ടപ്പെട്ടിനി, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിനി. അങ്ങനെ ആ ഡ്രസ്സ് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഞാൻ ഡ്രസ്സ് മാറ്റാൻ പോയ സമയത്ത് കുഞ്ഞാരമ്മ ഫോൺ കൊടുത്തിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ അമ്മക്കും കുഞ്ഞാവക്കെല്ലാം ഡ്രസ്സ് സെലക്റ്റാക്കി. അതിനിടയിൽ ഈ ഒരു ഷോർട്ട്സും ഷർട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിനി. പക്ഷേ ആടെ ഇല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സും പാക്കൊരു ഡ്രസ്സ്, മീഡിയം ഇല്ല. ഞാനും കുഞ്ഞാവും മീഡിയമാണ് എടുക്കൽ. ആടെ ഇല്ലത് ലാർജ്, എക്സ്ട്രാ ലാർജ്, ഭയങ്കര വലുത് ഊരിപ്പായുന്ന സാധനം. ഷോർട്ട്സെല്ലാം ഊരിപ്പായുന്ന ഇട്ടപ്പോഴേക്കന്നെ. അതിട്ടപ്പോൾ നല്ല ഉണ്ടായിരുന്നു. ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സ്, ഷോർട്ട്സ് അതെ ഷർട്ടും അതെ, നല്ല രസമുണ്ട്. ഇതേപോലെ തന്നെ ഒന്ന് കുഞ്ഞാവക്ക് നോക്കിയിട്ടുണ്ടായിനി. അതിനിടയിൽ ഞാൻ അടിയിലൊരു ഷോർട്ട്സ് ഇട്ട് അത് പുറത്തേക്ക് വരുന്നിട്ട് അമ്മമ്മ കളിയാക്കുന്നുള്ളത് ഷോർട്ട്സ് അല്ലാതെ പുറത്തേക്ക് വരുന്നു അറച്ചി. അങ്ങനെ കുഞ്ഞാവ് വേണ്ടിയിട്ട് വന്നപ്പോൾ നല്ല രസമുണ്ടായിനി കാണാൻ. രണ്ടാളും ഒരുപോലത്തെ ആകുമ്പം നല്ല രസമുണ്ടായിനി. അപ്പം അതിനിടയിൽ അമ്മ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി, അച്ഛൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് വീഡിയോ എടുത്തരാൻ ആളില്ല. അപ്പം ഞാൻ അമ്മമ്മ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു അമ്മമ്മ ഒരു വീഡിയോ എടുത്താൽ പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുത്തരാൻ പറഞ്ഞു ആ മക്കളെ വീഡിയോ എടുത്തരാൻ അങ്ങോട്ട് നിൽക്കുക, അമ്മമ്മ നല്ല വൃത്തിക്ക് എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് മുഖത്ത് ആ ചിരിയെല്ലാം കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ വീഡിയോ കിട്ടുമ്പോൾ അത് മനസ്സിലായി നമുക്ക് അതിൽ തലയുണ്ടായിട്ടാണുള്ളത്. അങ്ങനെ ആടുന്ന് കുറച്ച് നേരം അമ്മമ്മേടെ ഒപ്പം ഫോട്ടോസെല്ലാം എടുത്ത് അമ്മ അതിനിടയിൽ നമ്മളെ ഡ്രസ്സിന് മാച്ചായിട്ട് അതുപോലെ തന്നെ ഒരു കളർഫുള്ളായിട്ടൊരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിനി. വലിയ മോശമില്ല, രസം ഉണ്ടായിനി. പക്ഷെ അതിനേക്കാളും നല്ലൊരു ഡ്രസ്സ് അമ്മ അതിനിടയിൽ ഇട്ടിട്ടുണ്ടായിനി, ബ്ലൂ കളറ്. അത് നല്ല അടിപൊളി ഡ്രസ്സ്, അത് നല്ല രസം ഉണ്ടായിന് അമ്മ ഇട്ടപ്പം.
നമുക്കതിനിടയിൽ എ സിയുടെ തണുപ്പുകൊണ്ട് കിടുകിടുകിടാ വിറക്കുന്നു. ഇതാ ഈ ഒരു ഡ്രസ്സ് ഇതിട്ടപ്പോൾ എനിക്ക് അമ്മ ഇട്ടപ്പോൾ നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായി, നമുക്ക് പറ്റിയത്, നമുക്ക് നല്ലോണം ചേരുന്നുണ്ട്. ആ കളറും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, അമ്മക്ക് ഇല്ലാത്തൊരു കളറ്. അമ്മ അത് ഇട്ടപ്പോൾ അമ്മമ്മക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിനി. ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടാ. കുഞ്ഞാക്ക് ഇന്നെ അടങ്ങിയിരിക്കാൻ കഴിയില്ല, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം അച്ഛനും അച്ഛനും ഇങ്ങോട്ട് വരാൻ പാടില്ല, അവർ പുറത്ത് തന്നെ, അവർ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി ഡ്രസ്സ് നോക്കിയിട്ട് അച്ഛനും അമ്മരെ നല്ല ഇഷ്ടപ്പെട്ടിനി. പിന്നെ അതിനിടയിൽ ഞാൻ ഈ ഒരു ഷോർട്സ് നോക്കിയിട്ടുണ്ടായിനി, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഭയങ്കര പാക്കറ്, അതാണെങ്കിൽ എക്സ്ട്രാ ലാർജ്. എനിക്ക് ശരിക്കും ആ ഷോർട്സ് അല്ല, എനിക്ക് ആ സ്കേർട്ട് നല്ല ഇഷ്ടപ്പെട്ടിനി. അപ്പം നമുക്ക് ഈ ജീൻസിൻ്റെ സ്കേർട്ടിൻ്റെ പേരിൽ നല്ല രസമുണ്ടാകും. പക്ഷെ അത് ഭയങ്കര ലൂസ്, വീഡിയോയിൽ കാണുമ്പോൾ അത്ര പ്രശ്നം തോന്നുന്നില്ല, നേരിട്ട് കാണുമ്പോൾ എൻ്റെ കയ്യെല്ലാം ഇങ്ങനെ പാക്കറ്. പിന്നെ അമ്മയിട്ട് ആ ഒരു ഡ്രസ്സും നല്ല രസമില്ല, അത് നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് നൈറ്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന സാധനം, അത് നല്ല രസമുണ്ടായിനി. നല്ല കളറ് അമ്മ സെലക്ട് ആക്കി എല്ലാം നല്ല രസമുണ്ടായിനി. ഫസ്റ്റത്തെ ബ്ലൂവും നല്ല കളറ്, ഇതും നല്ല കളറ്. പക്ഷെ എനിക്ക് ആ വൈറ്റ് അത്ര ഇഷ്ടമായിട്ട് അമ്മ ഫസ്റ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടേ, അതൊരു അട്രാക്ഷൻ തോന്നുന്നില്ല. അങ്ങനെ സുഡിയോന്ന് ഡ്രസ്സും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിനി. അപ്പം അച്ഛൻ പറഞ്ഞു നേരെ ടൗണിലേക്ക് വിടാം, പയ്യന്നൂരേക്ക് ടൗണിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് നേരെ ടൗണിലേക്ക് പോയി. അമ്മ അടുന്നതിൻ്റെ മീഡിയം നോക്കിയെന്നു വെച്ചാൽ എനിക്ക് ഭയങ്കര ലൂസ്, അത് പാൻറ്റെല്ലാം നല്ലോണം ചെറുതാക്കണം. പക്ഷെ എനിക്ക് ആ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിനി, അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ചെറുതാക്കാമെന്ന് വിചാരിച്ചിട്ട് ലാർജ് തന്നെ എടുത്ത്. ഇല്ലെങ്കിൽ ഞാനധികം മീഡിയം തന്നെയാണ് എടുക്കൽ. അച്ഛനും അമ്മമ്മ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ്. അച്ഛൻ്റെ ഒരു മൈൻഡ് പറഞ്ഞാൽ പുറത്ത് പോകാനും കറങ്ങാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മമ്മക്ക് ചില സമയത്ത് ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമ്പോൾ അമ്മമ്മ വരില്ല, അപ്പം അമ്മമ്മ വരാണ്ടിരിക്കുമ്പോൾ അച്ഛനും വരില്ല. അപ്പോൾ നമുക്ക് എന്തോ പോലെ അവർ വീട്ടിൽ തന്നെ ആകുമ്പോൾ പോയാലൊരു സമാധാനമേ ഉണ്ടാവില്ല നമുക്ക്. അപ്പം ഇന്ന് വിളിച്ചാട് രണ്ടാളും വന്നിനി, അപ്പം കുറച്ച് സന്തോഷമായി ഇവരും കൂടി ഉണ്ടായതുകൊണ്ട്. അങ്ങനെ നേരെ പയ്യന്നൂർ ടൗണിലേക്ക് വിട്ടു. ഫോർക്കേട്ടിലേക്കാണ് പോയിട്ടുണ്ടായത്. അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ചെറിയ റേറ്റിൽ തന്നെ കിട്ടി. അങ്ങനെ നേരെ ഫോർക്കേട്ടിലേക്ക് പോയി. അവിടെ അധികം 2-3 ഏട്ടന്മാരുണ്ടാവും. അച്ഛനോട് അധികം വർത്താനം പറയും, അച്ഛൻ്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോസെല്ലാം കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് 2-3 ഏട്ടന്മാർ അവിടെ അധികം നിന്നിട്ട് വർത്താനം പറയും. ഇങ്ങനെ മുന്നേ വേറൊരു ഏട്ടനാണ് ഉണ്ടായത്, ആ ഏട്ടൻ നല്ല കമ്പനിയാണ്. ആ ഏട്ടൻ കഴിക്കാൻ പോകുന്ന ഏച്ചിയായിട്ട് എനിക്ക് വീഡിയോ കോളിലാക്കി കാണിച്ചെന്ന് കുറേ നേരം സംസാരിക്കുകയെല്ലാം ചെയ്ത് നല്ല കമ്പനി ഉണ്ടായതാണേ. ഇപ്പം കാണാനേ ഇല്ല, എവിടെയാണോ? അഥവാ ഈ വീഡിയോ ആയിട്ടെൻ്റെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അന്നേരം നല്ല കമ്പനി ഉണ്ടായ ആളാണ്. പിന്നെ ഇടക്കാലത്ത് ആ ഷോപ്പിൽ നിന്ന് പോയതാണെന്നോ എന്തോന്നും അറിയില്ല, കാണാനേ ഉണ്ടായിട്ട. പിന്നെ അച്ഛനും അമ്മമ്മക്കും വീട്ടിൽ നിന്ന് ഇടാൻ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് നോക്കിയാടുന്നു. വേറൊരാളും ഉണ്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എല്ലാം കാണലുണ്ട്, അനുബാലേട്ടൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. കുക്കുന്നാന്ന് തോന്നുന്നു പേര്, കാഞ്ഞങ്ങാട് വീട്. നല്ല രസമുണ്ടായിരുന്നു വർത്താനം എല്ലാം കേൾക്കാൻ, കുറേ വർത്താനം പറഞ്ഞു അവളോട്. ഇതും മോളെപ്പരം വലിയൊരു ഏച്ചിയാണ്. അവരിപ്പം പയ്യന്നൂർ റൂം എടുത്ത് നിൽക്കിയെന്ന് 3 മാസമായി ഇടാന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വർത്താനം പറഞ്ഞു. രണ്ടാളും നല്ല കമ്പനിയാണെന്ന് ഉണ്ടായത്, നല്ല വർത്താനം. അങ്ങനെ അച്ഛനും അമ്മമ്മക്കും വീട്ടിൽ നിന്ന് ഇടാൻ ചെരുപ്പ് മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിന്. ബക്കറ്റ്, കിച്ചണിലേക്ക് കുറച്ച് സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായത്. അവിടെ നിന്ന് കുറച്ച് നേരം തപ്പി നടന്നു. എനിക്കാണെങ്കിൽ ഏറ്റവും മടിയിലൊരു പരിപാടിയാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ പെരുതി കളിക്കൽ. എനിക്കിഷ്ടേയല്ല. ലാസ്റ്റ് ഞാനിങ്ങനെ മടി പിടിച്ച് നിന്നാടാം. അച്ഛൻ വീട്ടിലേക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബോക്സെല്ലാം നോക്കി. ഇവിടെ എത്തിയാൽ ഇങ്ങനെ വെപ്രാളം കളിക്കുന്ന 2 ആളാണ് അമ്മയും അമ്മമ്മയും. ഏതെടുക്കണ്ടേ, അതെടുക്കണോ ഇതെടുക്കണോ അല്ല ഇതെടുക്കണോ, ആ ഒരു തിരുവാടില്ലാണ്ട് എന്തെല്ലോ ആയിരിക്കും. അവരെ കളിയാണ് പറഞ്ഞാൽ ചിരി വരും. അമ്മ ഇപ്പുറത്തുനിന്ന് വരുന്നത്, അമ്മമ്മയും അച്ഛനും അപ്പുറത്തുനിന്ന് വരുന്നത്. ഞാനും കുഞ്ഞായും അച്ഛനെ വരെ വയ്യത്തേ നടന്ന് ഇവരെന്തെല്ലാം എടുക്കുന്നതെന്ന് നോക്കിക്കൊണ്ട്. അതിൽ ചിലതെല്ലാം നമുക്കറിയാത്ത കുറേ സാധനങ്ങളാണ്. അച്ഛൻ്റെ കൈമേൽ നിന്നിപ്പം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ നമുക്ക് ആകർഷിക്കുന്ന രീതിയിൽ പപ്പടം കുത്തിയെല്ലാം മറ്റേ ചീർപ്പിൻ്റെ ഡിസൈനെല്ലാം ആക്കിയിട്ടുണ്ടായത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നു, പിന്നെ അതങ്ങനെ മറന്ന്. ഫ്ലാസ്കും നോക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലാസ്കെല്ലാം നല്ല രസമുണ്ട്, വലിയ ഫ്ലാസ്ക്. ഈ ഹോസ്പിറ്റലിലെല്ലാം അത്യാവശ്യമായിട്ടില്ലെല്ലാം പുറത്തേക്ക് വെള്ളം കെട്ടിക്കൊണ്ടുപോകാൻ, ഹോസ്പിറ്റലിൽ ടൂറെല്ലാം പോകുന്നുണ്ടെങ്കിൽ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ നല്ല വലിയ ഫ്ലാസ്ക്.
കണ്ട അമ്മമ്മക്ക് ഇങ്ങനെ അടുക്കളയിലേക്ക് എടുക്കേണ്ട സാധനങ്ങൾ കാണുമ്പോൾ അമ്മമ്മക്കൊരു തിരുവാറുണ്ടാവില്ല, അതും വേണം ഇതും വേണം, ആ ഒരു കളിയാണ്. അതാണെങ്കിൽ അമ്മമ്മ എടുക്കുന്ന സാധനം വീട്ടിലിങ്ങനെ കൂനം കൂട്ടിയിട്ടുണ്ടാവും, എന്നാൽ ആടെ എത്തിയാൽ അത് ആദ്യമേ വേണം. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അമ്മമ്മക്ക്. അതിനിടയിൽ ഞാനും കുഞ്ഞും ഫാൻസിലേക്ക് പോയി. നമുക്കൊരു സൺസ്ക്രീൻ മേടിക്കാനുണ്ടായിനി. നമ്മൾ ലാക്മേൻ്റെയാണ് അധികം മേടിക്കല്, പക്ഷെ അവിടെ ലാക്മേൻ ഉണ്ടായില്ല, ജെല്ലിൻ്റെ സൺസ്ക്രീൻ മാത്രമേ ഉണ്ടായിട്ടു. അതുകൊണ്ട് നമ്മ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട. പിന്നെ എനിക്ക് കമ്മൽ മേടിക്കാനുണ്ടായിനി, അമ്മക്ക് മോയ്സ്ചറൈസർ നോക്കി. അതിനിടയിലൊരു നെയിൽ പോളിഷ് നോക്കി, നല്ല രസമുണ്ടായിനി. എല്ലാം ഞാൻ കുറേ ആളെ കയ്യിൽ, എൻ്റെ അടുത്ത് ഒട്ടുമിക്ക എല്ലാ നെയിൽ പോളിഷും ഉണ്ട്, പക്ഷേ എല്ലാം ഇതുവരെ മേടിച്ചിട്ടാണ്. പിടിക്കൂല, എൻ്റെ കയ്യിൽ ചേരൂല എന്നൊരു മൈൻഡ്. പക്ഷേ ഇതിനിടയിൽ ഞാൻ ആരോ കയ്യിൽ യെല്ലോ കണ്ടിട്ടുണ്ടായിന്, അതിന് ശേഷം എനിക്ക് മേടിക്കണം തന്നെ. നല്ല രസമുണ്ടായിനി. എനിക്കിപ്പോൾ ഈ ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ്, മാല, അതിനോട് ഭയങ്കര ഇഷ്ടം. പണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടേ, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഗോൾഡിൻ്റെ. ഇടക്കാലത്ത് എനിക്ക് സിൽവറിൻ്റെ ആണ് ഇഷ്ടമുണ്ടായത്. സിൽവറിനോട് ഭയങ്കര അഡിക്റ്റ്, ഇപ്പം ഗോൾഡായി. ഫാൻസിലെത്തിയാൽ പിന്നെ അമ്മമ്മ മോളുന്ന കിച്ചൺ സെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കളിച്ച കളിയാണ് ഞാൻ ഫാൻസിലെത്തിയാൽ കളിക്കൽ. മെയിനായിട്ട് ലിപ്സ്റ്റിക്ക്, ഏത് ഫാൻസി കയറി എനിക്ക് ലിപ്സ്റ്റിക്ക് എനിക്ക് മെയിനായിട്ട് വേണം. അതും വേണം ഇതും വേണം, കമ്മലും വേണം മാലയും വേണം. ഫാൻസിലെത്തിയാൽ എനിക്കൊരു തിരുവാട് കിട്ടില്ല എന്തെല്ലാം മേടിക്കേണ്ടതെന്ന്, കാണുന്ന എല്ലാം മേടിക്കാൻ തോന്നും. ഈ ഓർണമെൻറ്റ്സ് എല്ലാം നല്ല രസമുണ്ടായിനി, സെറ്റ് സാരിക്കെല്ലാം പറ്റിയ ഓർണമെൻറ്റ്സ്. എനിക്ക് ഈ ഒരു മാല എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടെണ്ണം വരുന്നത് നല്ല രസമുണ്ടായിനി. എല്ലാം നല്ല രസമുണ്ട്, സിമ്പിളായിട്ടുള്ള സാധനം. അങ്ങനെ അവിടുന്ന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അച്ഛൻ പറഞ്ഞ അമ്മയ്ക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അപ്പോഴേക്ക് തന്നെ കുറേ വൈകിട്ടുണ്ടായിനി. മഴയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾക്ക് മഴ ചെറുങ്ങനെ പാറുന്നുണ്ടായിനി. നമ്മൾ മുകളിലുണ്ടാകുമ്പോൾ നല്ല മഴയാന്ന് തോന്നുന്നു, താഴെ വെള്ളം ഉണ്ടായിനി, നല്ല മഴയാന്ന് തോന്നുന്നു പെയ്തത്. അതിനിടയിൽ പോകുമ്പം കുറച്ചു നേരം റോഡ് പെട്ടു. ആ ഏട്ടൻ റോഡിൻ്റെ മുന്നിൽ തന്നെ വണ്ടി കൊണ്ടുപോയി വെച്ചിനി. കുറേ നേരം ഓണടിച്ചു, നമ്മൾ അവിടെ തന്നെ നിന്നു. പിന്നെ ആ ഏട്ടൻ തിരക്ക് പിടിച്ചൊന്നും അറിയാണ്ട് പറ്റിപ്പോയെന്ന് തോന്നി, ഇപ്പുറം റോഡിലത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഓണടിച്ചു. അങ്ങനെ ഏട്ടൻ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോയി. നല്ല തണുപ്പുണ്ടായി. പോകുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം മഴ ഇങ്ങനെ കൂടി കൂടി വരലായി. നമ്മ കസാക്കുസേനയിലേക്കാണ് പോയിട്ടുണ്ടായത്. നമ്മൾ അധികം ആടെ നിന്നാണ് ഫുഡ് കഴിക്കുക, ആടെ നല്ല ടേസ്റ്റാണ്. പയ്യന്നൂർ തന്നെയായി. ആടത്തെ ഒരു അപ്പം പൊള്ളിച്ചുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം ആടത്തെ അപ്പം പൊള്ളിച്ചാണ്, നല്ല ടേസ്റ്റാണ്. നല്ല മഴയാണ് ഉണ്ടായത്, നമ്മൾ എന്നിട്ട് ഓടിയിട്ട് പോയി അടുത്തേക്ക്. ഇടക്കാലത്ത് ഞാൻ ഭയങ്കര ഷവർമ്മ ഫാനാണ് ഉണ്ടായത്. ആ ഷവർമ്മ ഇറങ്ങി ആടില്ല സമയത്ത്. പിന്നെ അതിനിടയിൽ അൽഫാമായി. പിന്നെ അൽഫാം തന്നെ, അവിടെ പോയാൽ അൽഫാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പവും ചിക്കനും അപ്പവും മുട്ടയുമായി. അതന്നെ അൽഫാമും വിട്ടു, ഷവർമ്മയും വിട്ടു. പിന്നെ ഇപ്പം ഇതാ ഈ അപ്പം പൊള്ളിച്ചത്. ഇത് കുറേയായി, ഇതിനോടില്ല ഇഷ്ടം തോന്നിയില്ല. ഞാൻ എടുത്തേക്കൊന്നും അധികം ഞാൻ അപ്പം പൊള്ളിച്ചത് തന്നെ മേടിക്കില്ല, നല്ല ടേസ്റ്റാണ് എടുത്തത്. ഞാൻ അച്ചച്ചനോട് അപ്പം പൊള്ളിച്ച കഴിച്ചു പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ കുഞ്ഞാ പറഞ്ഞു വേണ്ട, അച്ചച്ചന് ഇഷ്ടപ്പെടില്ല, അച്ചച്ചന് മയോണൈസ് അത്ര ഇഷ്ടമല്ല, അപ്പം പൊള്ളിച്ചില്ല മയോണൈസ് ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ അച്ചച്ചൻ പറഞ്ഞു വേണ്ട, എനിക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിന് കുഞ്ഞാവൊക്കെ അല്ലാണ്ട് വേറെ ആയിരിക്കെങ്കിലും ഒന്ന് ഫസ്റ്റ് കൊണ്ടുവന്നെങ്കിലേ കുഞ്ഞാവ് അത് പകുതിയാക്കി കൊടുക്കുന്നില്ലത്. അച്ചച്ചൻ കൊണ്ടുവന്നാടെ അച്ചച്ചൻ്റെ അത് മെല്ലെ മെല്ലെ തിന്നാൻ തുടങ്ങി. ചില്ലിയാന്ന് അച്ചച്ചൻ പറഞ്ഞിട്ടുണ്ടായത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര എരിവ്, കുരുമുളകിൻ്റെ എരിവ് നല്ലോണം. എരിവ് നോർമൽ എരിവാണെങ്കിൽ നല്ല രസമുണ്ടായി, അത് വെച്ച ആ ഒരു രീതി നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. പക്ഷെ എരിവ് നല്ലോണം ആയതുകൊണ്ട് എനിക്കൊന്നും അത് എരിവ് ഇഷ്ടേയല്ല. വീട്ടിൽ എരിവാക്കുമ്പോൾ ഞാൻ പറയാം, എനിക്ക് എരിവ് ഒട്ടും ഇഷ്ടമല്ല. പണ്ടെല്ലാം ഉണ്ടല്ലേ, എനിക്ക് ഈ അമ്മ മീൻ പൊരിച്ചാലുള്ള മഞ്ഞപ്പൊടി, ഇപ്പം മഞ്ഞപ്പൊടി മാത്രം, എരിവ് എനിക്ക് ശരിയാവേയില്ല. പണ്ടേ എനിക്ക് എരിവ് അങ്ങനെ ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലെല്ലാം ആണെങ്കിൽ ഇങ്ങനെ എരിവ് ഇടും, അച്ഛനമ്മമ്മക്കെല്ലാം ഇങ്ങനെ എരിവ് വേണം. എന്നിട്ട് എനിക്ക് കുഞ്ഞാവൊക്കെ അമ്മ പറഞ്ഞ് മാറ്റി തരും. പിന്നെ കുഞ്ഞാവി എരിവ് തിന്നാൻ തുടങ്ങി, എന്നിട്ട് എനക്കാവില്ല, എനിക്ക് എരിവ് ശരിയാവുകയില്ല. അങ്ങനെ എൻ്റെ അപ്പം പൊള്ളിച്ചത് വന്നു. കുഞ്ഞാവ് അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായത്, ഓക്ക് അൽഫാമാണ് ഇഷ്ടം. നല്ല ചൂടപ്പം പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അതിലിങ്ങനെ കറിയും നല്ലോണം ഒഴിക്കും, അതുപോലെ മയോണൈസും നല്ലോണം ഒഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ആ അൽഫാമിൻ്റെ ചിക്കനാണ്,
ചെസ്റ്റ് പീസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പം അൽഫാമിൻ്റെ ആ ഒരു ചിക്കനും അതുപോലെ തന്നെ മയോണൈസ്, കറി, ഈ ഒരു ക്യാബേജ് ഉപ്പിലിട്ടത് എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഷവർമയിലായാലും ക്യാബേജും കാന്താരി ആ പച്ചമുളകും ഇല്ലെങ്കിൽ എനിക്ക് തിന്നാനേ തോന്നില്ല. എനിക്കത് വേണം മെയിനായിട്ട്. ആ ക്യാബേജും ഉപ്പിലിട്ട ക്യാബേജും അല്ലെങ്കിൽ ഉപ്പിലിട്ട കക്കിരിയോ അത് ഏതെങ്കിലും വേണം, ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു രസം. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട് തിന്നണമെന്നുണ്ട്, ചൂടുകൊണ്ട് തിന്നാനും പറ്റുന്നില്ല. അത് ഭയങ്കര ഒരു അവസ്ഥയാണ്. നല്ല വിശക്കുന്ന സമയത്ത് ചൂടാകുമ്പോൾ തിന്നാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ പണ്ട് പുറത്തുനിന്ന് കഴിക്കാത്ത ആളാണ് ഉണ്ടായത്. വീട്ടിലത്തെ ഫുഡ് തന്നെ വേണം, അമ്മ ആക്കുന്ന തന്നെ വേണം, പുറത്തുനിന്ന് കഴിക്കുന്നതൊന്നും ഇഷ്ടമേ ഉണ്ടായില്ല. ഇപ്പം ആണെങ്കിൽ പുറത്ത് പോയാട് എനിക്ക് ഇടുന്ന വരുത്താൻ വേണം. ഹോട്ടലിൽ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് വേണം. എൻ്റെ അച്ഛൻ പറയും എൻ്റെ മോളെ കുഞ്ഞാവയാണ് മാറ്റിയത്, ഓളെ കൊണ്ടുവന്ന് എൻ്റെ മോള് മാറിയത് പറയും. കുഞ്ഞാവ് എങ്ങനെയാണ്, കുഞ്ഞാവൊക്കെ പുറത്ത് എപ്പോൾ ഇറങ്ങിയ അപ്പം വിശക്കും. അച്ഛൻ പറയും എൻ്റെ ചെറിയ മോൾക്ക് വിശപ്പിൻ്റെ അസുഖമാണെന്ന് പറയും. ശരിയാ, നോക്ക് പുറത്തിറങ്ങിയാൽ അവൾ അച്ചാ വിശക്കുന്നു. പക്ഷെ ഞാനങ്ങല്ല, എനിക്ക് പുറത്ത് നടക്കാൻ വിശക്കും. ഈ വിശക്കും വന്നാലും എനിക്ക് വീട്ടിലത്തെ ഫുഡ് വേണമെന്നാണ് കൂടുതലും ഉണ്ടാവല്. ഇപ്പം ഞാൻ മാറിയോണ്ട് അച്ഛൻ പറയും കുഞ്ഞാവ നെയ്ച്ചിനെ മാറ്റിയെടുത്തത് പറയും. ഫസ്റ്റ് ഒഴിച്ചത് തീർന്നിട്ടുണ്ടായിന്, തീർന്നതല്ല അതന്നെ ഞാൻ വെറുങ്ങനെ നക്കി തിന്ന്. എന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ പറ അച്ഛൻ ഒന്നുകൂടി പറയണം മയോണൈസ് ഇറട്ടി, ഒന്നുകൂടി പറഞ്ഞിട്ട് ഒന്നുകൂടി കണ്ടപ്പോൾ അതിലാണെങ്കിൽ ഫുള്ള് നിറഞ്ഞിട്ടാന്നുണ്ടായത്, കുറേ ഉണ്ടായിന്. ലാസ്റ്റ് അതിലൊന്നിൽ തന്നെ അപ്പം പൊള്ളിച്ചതിൽ ഒന്നിൽ തന്നെ 4 3 അതൊന്നെ നല്ല തടിച്ച വലുതാണ്. ഞാൻ 2 തിന്നാട് ഞാൻ അമ്മക്കും കുഞ്ഞാക്കും കൊടുത്തു, എനിക്ക് മതിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ മയോണൈസ് തിന്നു, വെറുങ്ങനെ തിന്നു. എനിക്ക് വെറുങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ലാസ്റ്റ് ലൈമും കിട്ടിയപ്പം സന്തോഷമായി, വയറ് നല്ലോണം നിറഞ്ഞു. എനിക്ക് രാത്രിക്ക് വയറെന്ന് പറഞ്ഞാൽ വേഗം ഉറക്കം വരും. വയറ് എനിക്ക് ഫുള്ളായോണ്ടല്ലേ അപ്പം ഉറക്കി വരും. അമ്മ വീട്ടിൽ നിന്ന് ചീത്ത പറയും നാടും കിടക്കല്ല പറയും. ഞാനും അങ്ങനെ അച്ഛനും അങ്ങനെ ചോറിച്ചാട് പൊരി കിടന്നുറങ്ങും. അങ്ങനെ കിടക്കാൻ പാടില്ലപ്പാ. ഞാൻ എന്നിട്ട് നമ്മൾ രണ്ടാളും അമ്മ ചീത്ത പറയും അങ്ങനെ കിടക്കല്ല പറഞ്ഞിട്ട്. അറ്റാക്കെല്ലാം വരാൻ ആടി പോണ്ട. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ മഴക്ക് ഇല്ല കുറവൊന്നും ഉണ്ടായിട്ടാ, വെലിങ്ങനെ ഉണ്ടായിട്ടാ, ചെറുങ്ങനെ പാറിക്കൊണ്ടുണ്ടായിനി. ഈ വൈകുന്നേരത്തെ ചായക്കടിയെല്ലാം അവർ എന്താക്കലോ എല്ലാം മോശമായിട്ടുണ്ടാവില്ലല്ലേ. വന്ന പോലെ തന്നെ ഓടിയിട്ട് തന്നെ വീണ്ടും കാറിലേക്ക് കയറി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല കണ്ടൻറ്റ് നിങ്ങൾ പറഞ്ഞാൽ എന്തെല്ലാം കണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്നിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കിയിട്ട് മെല്ലെ മെല്ലെ ചെയ്യുക. കുറേ ആൾ കുറേ കണ്ടൻറ്റെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി, കുറേ കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടായിനി. അല്ല ഞാൻ നോക്കി നോക്കി ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിനി, ഡേ ഇൻ മൈ ലൈഫും ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ ഡേ ഇൻ മൈ ലൈഫെല്ലാം എടുക്കാമെന്നെല്ലാം വിചാരിച്ച് നിൽക്കുന്നുണ്ട്. പറ്റിയാൽ ഞാൻ ബർത്ത്ഡേൻ്റെ ജൂൺ 14 എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. എനിക്ക് ഈ സങ്കടം വരുന്നതെന്നറിയാം, ജൂൺ 14 എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അന്നാണ് എൻ്റെ ഡേറ്റ് ആവുന്നത്. അത് ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ സങ്കടം വരുന്നത്. ഒരു നല്ല ദിവസമെല്ലാം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ഡേറ്റ് ആയെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത്. വയറുവേദനയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ ശനിയാഴ്ച ആവൂലോ അമ്പലത്തിൽ പോകുമ്പോൾ ആ ഡ്രസ്സ് ഇടാമെന്നല്ല ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ആയിരിക്കും നീ അങ്ങനെ അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നു. ആരി മാസത്തെ പീരീഡ്സ്, എൻ്റെ അമ്മോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ 3 പ്രാവശ്യമല്ലേ പറയുന്നത്. എന്നിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വീണ്ടും വീണ്ടും എന്തായാലും ചെയ്യണം. അപ്പം വീട്ടിൽ പോകുന്നതിനിടയിൽ കാലിക്കടവ് നിർത്തിയിട്ടുണ്ട്. അതിനാന്ന് വെച്ചാൽ പച്ചക്കറി മേടിക്കാൻ. വീഡിയോ കഴിഞ്ഞിട്ട് ഇതും കൂടി കണ്ടിട്ട് പോയിക്കോ. അപ്പം പച്ചക്കറി മേടിച്ചു. പച്ചക്കറി, പാല്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും മേടിക്കാനുണ്ടായിനി. അങ്ങനെ കാലിക്കടവ് നിന്ന് അതും കൂടി മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു.
അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ലൈക്ക് അടിച്ചിട്ട് പോയിക്കോ. വലിയ പണിയൊന്നുമല്ലല്ലോ ഒരു ലൈക്ക് ചെയ്യാൻ. അപ്പം അത്രയേ ഇല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കില്ല. ഞാൻ വീണ്ടും പറഞ്ഞിട്ട് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. അപ്പം അത്രയേ ഇല്ല. ഓക്കെ, ബൈ.